അതുകൊണ്ട് അതായത് അതിന് മുന്നേ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടപ്പോൾ ദൈവത്തിന് സങ്കടം വന്നു. മനുഷ്യൻ ഒറ്റയ്ക്ക് ഇരിക്കണേ, അവനെ സമാധാനം തകർക്കാൻ വേണ്ടി വേളം കൊടുക്കാം എന്നല്ല, അവനെ സമാധാനം ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനും ആശയവിനിമയം ചെയ്യുന്നതിനും വേണ്ടിയും ജീവിതത്തിൽ ഒരാളെ അവന് അത്യന്താപേക്ഷിതമാണ്. ആ ഒരാളെ അവന് എങ്ങനെ കൊടുക്കാം ദൈവം ആലോചിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കേണ്ട അവനൊരു ഇണയെ കൊടുക്കാം എന്നുദ്ദേശിച്ചുകൊണ്ട് ദൈവം അവിടെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. 21-ാം വാക്യം 2-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ, ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിൽ ആഴ്ത്തി. ഗാഢനിദ്രയിൽ ആഴ്ത്തിയത് ആരെയായിരുന്നു? മനുഷ്യനെ. ഈ മനുഷ്യനെ എവിടെ നിന്നാണ് സൃഷ്ടിച്ചത്? ഭൂമിയിലെ പൂഴി കൊണ്ട്. ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു അവൻ ഒറ്റയ്ക്കിരിക്കേണ്ട, അവനൊരു ഇണയെ കൊടുക്കാം. പക്ഷെ 26-ഉം 27-ഉം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിലും രൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അങ്ങനെ മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. അത് ഒരു ഭാഗം അങ്ങനെ നിൽക്കുന്നു. ഇവിടെ വീണ്ടും പറയാണ് പൂഴി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് അവനെന്താ ചെയ്തത്? 21-ാം വാക്യത്തിൽ പറഞ്ഞു, അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിൽ ആഴ്ത്തി ഉറങ്ങിക്കിടത്തി അവൻ്റെ വാരിയെല്ലുകൾ ഒന്ന് എടുത്തതിന് ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. മനുഷ്യ